ഇനി നമ്മളിനി പഠിക്കാൻ പോകും കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്. Consider a set U 1, 2, 3, 4, 5, 6, 7. Consider the subset of U. A is equal to 2, 4, 6. Then A complement of A എന്ന് പറഞ്ഞാൽ നമ്മൾ കോംപ്ലിമെൻറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഇങ്ങനെയാണ്, എ കോംപ്ലിമെൻറ്റ്. എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ യു ഡിഫറൻസ് എ ആണ്. കോംപ്ലിമെൻ്റ് ഓഫ് എ സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? യു ഡിഫറൻസ് എ. ഇന്ന് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ കളയണം. അപ്പോൾ ഇതിൽ നിന്ന് എ കളഞ്ഞാൽ ആരൊക്കെ വരും? യുവിൽ നിന്ന് എ പോകണം. അപ്പോൾ ആരൊക്കെ പോകണം? 2 വേണ്ട, 4 വേണ്ട, 6 വേണ്ട. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ത് വരും? 1, 3, 5, 7. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോംപ്ലിമെൻറ്റ്. അപ്പം ഇത് യു ആണ്, ഇത് എ ആണെങ്കിൽ കോംപ്ലിമെൻറ്റ് ഓഫ് എ, ദാറ്റ് ഈസ് എ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു യു ഡിഫറൻസ് എ ആണ്. അപ്പോൾ യുവിൽ നിന്ന് എ മാറ്റി നിർത്തിയാൽ ബാക്കി സെറ്റ് 1, 3, 5, 7. ഇത് വെൻ ഡയഗ്രം ഉപയോഗിച്ച് നമുക്കത് നോക്കാം. ഇതാണ് യു, ഇതാണ് എ. അപ്പോൾ എ കോംപ്ലിമെൻ്റ് എന്ത് വരും എന്ന് പറയാം? യുവിൽ നിന്ന് ആര് മാറണം? എ പോകണം. ബാക്കി എന്ന് പറയും. ബാക്കി എന്ന് പറയുമ്പോൾ ഏതാ? വേണ്ട, എക്ക് പുറത്തുള്ള ഭാഗം. അപ്പോൾ ഈ ഷെയ്ഡഡ് പോർഷനാണ് എന്ത്? എ കോംപ്ലിമെൻറ്റ്. ഇത് എ കോംപ്ലിമെൻറ്റ്. ഓക്കെ. ഇനി ഈ വെൻ ഡയഗ്രം നോക്കി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഒന്ന് പഠിക്കാൻ പറ്റുമല്ലോ. എ കോംപ്ലിമെൻറ്റ് എയും കൂടെ ചേർന്നാൽ എന്താകും? ഓക്കെ, ഇത് എ കോംപ്ലിമെൻ്റ് ആണ്, ഇത് എ ആണ്. ഇവയുടെ യൂണിയൻ എന്താകും? നോക്ക്, എന്തായി? യൂണിവേഴ്സൽ സെറ്റ്. അതായത് എയുടെയും എ കോംപ്ലിമെൻറ്റിൻ്റെയും യൂണിയൻ എന്താണ്? യു, യൂണിവേഴ്സൽ സെറ്റ്. ഇവിടെ ഇൻ്റർസെക്ഷൻ എന്ത് വരും? രണ്ടിൽ കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഉണ്ടോ? രണ്ടും ഡിസ്ജോയിൻ്റ് ആണ്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻ്റ് എന്താണ്? നൾ സെറ്റ്. എ കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻറ്റ്. എ കോംപ്ലിമെൻറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് എന്ത് വരും? എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ഏതാ? ഇതാണ്. അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞല്ലോ യുവിൽ നിന്ന് ആര് പോകണം? ഈ എ കോംപ്ലിമെൻറ്റ് പോകണം. ശരിയല്ലേ? എ കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻറ്റ് മീൻസ് യുവിൽ നിന്ന് ആര് പോകണം? എ കോംപ്ലിമെൻറ്റ് പോകണം. ഇതാണ് യുവിൽ നിന്ന് എ കോംപ്ലിമെൻറ്റ് പോയാൽ പിന്നെ ആരാ ഉള്ളത്? എ. അപ്പോൾ ഇത് ഈ പ്രോപ്പർട്ടി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എ കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു എ. 2 പ്രാവശ്യം കോംപ്ലിമെൻ്റ് എടുത്താൽ അതേ സെറ്റ് തന്നെ വരും. അങ്ങനെയാണെങ്കിൽ നൾ സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എന്ത് വരും? ഇതൊക്കെ ഒരു റിസൾട്ടായിട്ട് ഓർത്തിരിക്കാം. എന്താണ് നൾ സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ? യു മൈനസ് നൾ സെറ്റ് അല്ലേ? യുവിൽ നിന്ന് നൾ സെറ്റ് പോയാൽ നൾ സെറ്റ് മീൻസ് എന്താ? ഒന്നുമില്ല. അപ്പോൾ യുവിൽ നിന്നൊന്നും പോകുന്നില്ല. ആൻസർ എന്ത് വരും? യു. അതായത് നൾ സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് യു ആണ്. അങ്ങനെയാണെങ്കിൽ യു കോംപ്ലിമെൻ്റ് എന്ത് വരും? എന്താണ് യു കോംപ്ലിമെൻ്റ്? യു മൈനസ് യുവിൽ നിന്ന് യു തന്നെ അങ്ങ് പോവുക. പിന്നെ ആരുണ്ട്? ആരുമില്ല. അപ്പോൾ നമ്മൾ എന്തെഴുതും? നൾ സെറ്റ്. അപ്പം നൾ സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് യു ആണ്. യുവിൻ്റെ കോംപ്ലിമെൻ്റ് ഏതാണ്? നൾ സെറ്റ്. ഇത് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ പ്രോബ്ലമായിട്ടുള്ളതാണ്. അതായത് ഇപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. നൾ സെറ്റ് കോംപ്ലിമെൻ്റ് ഓഫ് നൾ സെറ്റ് ഇൻ്റർസെക്ഷൻ എ. അത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് നിങ്ങൾ ടെക്സ്റ്റിൽ എക്സസൈസിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്ന് പറയാമോ? എന്താണ് നൾ സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റ്? അപ്പോൾ ചിന്തിക്കുക, എന്താണ് നൾ സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ? യുവിൽ നിന്ന് നൾ സെറ്റ് പോകുന്നു. യുവിൽ നിന്ന് നൾ സെറ്റ് പോയാൽ ആരേ ഉള്ളൂ? യു തന്നെ. അപ്പോൾ ഇതിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്താ എഴുതാം? യു ഇൻ്റർസെക്ഷൻ എ. യു ഇൻ്റർസെക്ഷൻ എ എന്താണ്? അപ്പോൾ ഇതിൽ സബ്സെറ്റിൻ്റെ കാര്യം വെക്കണം. യു വലിയ സെറ്റ്, അതിന് സബ്സെറ്റാണ് എ. ഇൻ്റർസെക്ഷൻ എപ്പോഴും എന്തായിരിക്കും? ഇൻ്റർസെക്ഷൻ സബ്സെറ്റ് ആണെങ്കിൽ ഇൻ്റർസെക്ഷൻ ചെറിയ സെറ്റും
യൂണിയൻ വലിയ സെറ്റും. അതങ്ങ് ഉറപ്പിച്ച് വെച്ചേക്കണം മനസ്സിൽ, അപ്പം നമുക്ക് തെറ്റത്തില്ല. അപ്പോൾ യു ഇൻ്റർസെക്ഷൻ എ എന്താണ്? ചെറിയ സെറ്റ് ഏതാണ്? എ. അതുപോലെ വേറെ റിസൾട്ട് ഉണ്ട്, യു കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ എ. എന്താണ് യു കോംപ്ലിമെൻറ്റ്? നേരത്തെ പറഞ്ഞു തന്നായിരുന്നല്ലോ, യുവിൽ നിന്ന് യു പോയാൽ പിന്നെ ആരാണ്? നൾ സെറ്റ്. അപ്പോൾ ഇതിന് പകരം ഞാൻ എന്ത് ചെയ്തു? നൾ സെറ്റ് ഇൻ്റർസെക്ഷൻ എ. നൾ സെറ്റിൻ്റെയും എയുടെ ഇൻ്റർസെക്ഷൻ എന്ത് വരും? ഇവിടെയും ചെറിയ സെറ്റ് ഏതാ? നൾ സെറ്റ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? നൾ സെറ്റ്. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് പഠിക്കാനൊരു ലായും കൂടെ ഉള്ളു. അപ്പോൾ ഈ ഒരു സെക്ഷൻ കഴിയും. ഞാൻ 2 സെറ്റ് കൺസിഡർ ചെയ്യുന്നു. എ ഈസ് ഈക്വൽ ടു സെറ്റ് എ ബി സി ഡി, ബി ഈസ് ഈക്വൽ ടു സി ഡി ഇ എഫ്. 2 സെറ്റ് കൺസിഡർ ചെയ്തു. എന്നിട്ട് നമ്മൾ എന്തൊക്കെ കാണാൻ പോകുന്നറിയാമോ? എ യൂണിയൻ ബി കാണും, എ ഇൻ്റർസെക്ഷൻ ബി കാണും, എ യൂണിയൻ ബിയുടെ കോംപ്ലിമെൻറ്റ് കാണും, എ ഇൻ്റർസെക്ഷൻ ബിയുടെ കോംപ്ലിമെൻറ്റ് കാണും, എ കോംപ്ലിമെൻറ്റ് കാണും, ബി കോംപ്ലിമെൻറ്റ് കാണും, എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്, എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ഇവിടെ എന്തൊക്കെ കാണാൻ പോവാണ് നമ്മൾ? രണ്ട് സെറ്റിൻ്റെ യൂണിയൻ കാണും, പിന്നെ യൂണിയൻ്റെ കോംപ്ലിമെൻറ്റ് കാണും, ഇൻ്റർസെക്ഷൻ്റെ കോംപ്ലിമെൻറ്റ് കാണും, പിന്നെയോ എയുടെ കോംപ്ലിമെൻറ്റ് കാണും, ബി കോംപ്ലിമെൻറ്റ് കാണും. എന്നിട്ട് ആ കോംപ്ലിമെൻറ്റിൻ്റെ യൂണിയനും കാണും, ഇൻ്റർസെക്ഷനും കാണും. അപ്പോൾ കോംപ്ലിമെൻറ്റ് കാണുമ്പോൾ നമുക്ക് ഒരു കാര്യം ഇവിടെ വേണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ എഴുതിയിട്ട് ക്വസ്റ്റ്യൻ എന്താണ് ഒരു പ്രശ്നം? കോംപ്ലിമെൻറ്റ് കാണാൻ എന്ത് വേണം? യു വേണ്ടേ? അപ്പോൾ ഈ 2 സെറ്റിനെയും കൺസിഡർ ചെയ്യുന്ന ഒരു യൂണിവേഴ്സൽ സെറ്റ് വേണം. ഇത് രണ്ടും കൂടെ ചേർത്ത് എഴുതിയാലും യൂണിവേഴ്സൽ സെറ്റ് ആകും. വേണമെങ്കിൽ എക്സ്ട്രാ എലമെൻറ്റ്സ് ഇട്ടും യൂണിവേഴ്സൽ സെറ്റ് ഉണ്ടാക്കാം. ക്ലിയർ ആയോ? നമ്മൾ പരിഗണിക്കുന്ന സെറ്റിൻ്റെ സൂപ്പർ സെറ്റാണ് യൂണിവേഴ്സൽ സെറ്റ്. അപ്പോൾ എയിലെയും ബിയിലെയും അംഗങ്ങളെ ചേർത്ത് എഴുതിയാൽ തന്നെ യൂണിവേഴ്സൽ സെറ്റായി. അല്ലെങ്കിൽ എക്സ്ട്രാ എലമെൻറ്റ്സ് ഇട്ടാൽ അതെന്താകും? ഇതിൻ്റെ സൂപ്പർ സെറ്റായ ഒരു യൂണിവേഴ്സൽ സെറ്റ് ആകും. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തൊരു യൂണിവേഴ്സൽ സെറ്റോട് പരിഗണിക്കുന്നു. യു ഈസ് ഈക്വൽ ടു ഇവയെല്ലാം വേണ്ടേ? അപ്പോൾ എ ബി സി ഡി ഇ എഫ്. ഞാൻ പിന്നെ 2 എലമെൻറ്റ്സ് കൂടെ എക്സ്ട്രാ ഇട്ടു, ജി എച്ച്. ഇത് നമുക്ക് ഓരോന്നായിട്ടൊന്ന് കാണാം. ആദ്യം എ യൂണിയൻ ബി കാണാം. എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു, അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ പഠിച്ചതെല്ലാം ഒന്ന് ഓർമ്മ വരും. യൂണിയന്, ഇൻ്റർസെക്ഷന്, കോംപ്ലിമെൻ്റ് എല്ലാം കുറച്ചുകൂടി നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും. അപ്പോൾ പറയാം എ യൂണിയൻ ബി എന്താണ് എ യൂണിയൻ ബി? എയും ബിയും എല്ലാം കൂടെ ചേരുന്നത്. അപ്പോൾ എന്തൊക്കെ വരും? എയും ബിയും ഫുള്ള് വരും അല്ലേ? അപ്പോൾ എന്തെഴുതാം? എ ബി സി ഡി ഇ എഫ്. ഡിയും സിയും ഡിയും റിപ്പീറ്റ് ചെയ്ത് വരുന്നു, പക്ഷേ അങ്ങനെ എഴുതണ്ട. അപ്പോൾ ഇതാണ് എ യൂണിയൻ ബി. അപ്പോൾ ഇത് കഴിഞ്ഞു. അടുത്ത എന്താണ്? എ ഇൻ്റർസെക്ഷൻ ബി. എ ഇൻ്റർസെക്ഷൻ ബി എന്തായിരുന്നു? രണ്ടിലും കോമൺ ആരൊക്കെയുണ്ട്? എക്കും ബിക്കും കോമൺ ആരൊക്കെയാണ് നോക്കിയേ? സിയും ഡിയും. അപ്പോൾ ഇവിടെ എന്ത് എഴുതുന്നു? സി ഡി. ഇത് കഴിഞ്ഞു. ഇനി എന്താ നമുക്ക് വേണ്ടേ? എ യൂണിയൻ ബിയുടെ കോംപ്ലിമെൻറ്റ്. എ യൂണിയൻ ബിയുടെ കോംപ്ലിമെൻറ്റ് എന്താണ്? കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞേ. കോംപ്ലിമെൻറ്റ്സ് മീൻസ് യു മൈനസ് ഇത്. യുവിൽ നിന്ന് കുറയ്ക്കുന്നതിനാണ് കോംപ്ലിമെൻറ്റ്. അപ്പോൾ യു ഡിഫറൻസ് ആരെ കുറയ്ക്കണം? എ യൂണിയൻ ബി. ഇതാണ് യു. അതിൽ നിന്ന് എ യൂണിയൻ ബി കുറച്ചാൽ നോക്കേ, എ മുതൽ എഫ് വരെ യൂണിയനകത്തുണ്ട്. അപ്പോൾ യുവിൽ നിന്ന് അത്ര എ യൂണിയൻ ബി പോകണം. ബാക്കി ആരൊക്കെയുള്ളു? ജി എച്ച്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? സെറ്റ് ജി എച്ച്. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി ഇവിടെ എന്താ? നമുക്ക് ഇൻ്റർസെക്ഷൻ്റെ കോംപ്ലിമെൻറ്റ്. എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു യുവിൽ നിന്ന് ആര് പോകണം? എ ഇൻ്റർസെക്ഷൻ ബി പോകണം. അപ്പോൾ യുവിൽ നിന്ന് എ ഇൻ്റർസെക്ഷൻ ബി ആരൊക്കെയാണ് നോക്കി? സിയും ഡിയും. അപ്പോൾ ഈ യുവിൽ നിന്ന് ആരൊക്കെ അങ്ങ് പോകണം? സിയും പോകണം, ഡിയും പോകണം. അപ്പോൾ ബാക്കി ആരൊക്കെയുണ്ടെന്ന് പറഞ്ഞേ. ആരൊക്കെയുണ്ട്? എ ഉണ്ട്, ബി ഉണ്ട്, ഇ എഫ് ജി എച്ച്. ഓക്കെ, അപ്പോൾ ഇതും കഴിഞ്ഞു.
ഇനി നമുക്ക് എന്ത് കാണണം? എ കോംപ്ലിമെൻറ്റ്. എ കോംപ്ലിമെൻറ്റ് പറഞ്ഞാൽ എന്താണ്? യുവിൽ നിന്ന് എ പോണ യു ഡിഫറൻസ് എ. യുവിൽ നിന്ന് എ കള, യുവിനകത്തുള്ള എ എന്ന് പറഞ്ഞാൽ ഡി വരെ. ബാക്കി ആരൊക്കെയാണുള്ളത് പറ? യുവിൽ നിന്ന് എ പോയാൽ ബാക്കി ഇ എഫ് ജി എച്ച്. ഇനി അപ്പോൾ ഇത് കഴിഞ്ഞു. അടുത്ത എന്താണ്? ബി കോംപ്ലിമെൻറ്റ്. ബി കോംപ്ലിമെൻറ്റ് എന്താണ്? യുവിൽ നിന്ന് ആരെയൊക്കെ പോകണം? ബി പോകണം. അപ്പോൾ യുവിൽ നിന്ന് ബി കളഞ്ഞ് ഏതൊക്കെയാ? സി ഡി ഇ എഫ്. ബാക്കി ആരൊക്കെയുണ്ട്? എ ബി ജി എച്ച്. ഓക്കെ, അപ്പോൾ ഇതും കഴിഞ്ഞു. ഇനി നമുക്കെന്താ? ഇവയുടെ യൂണിയൻ എന്ന് പറഞ്ഞൊന്ന് പറഞ്ഞേ. എ ഡാഷ് അല്ലെ എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. പറ. ഇവയുടെ യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടും കൂടെ ചേർത്ത് എഴുതുന്നതാണ് യൂണിയൻ. അപ്പോൾ ആരൊക്കെ വരും? എ ബി ഇ എഫ് ജി എച്ച്. ഞാനൊരു ഓർഡറിൽ എഴുതിയെന്നേ ഉള്ളൂ. ഇത് എഴുതിയിട്ട് ഇത് എഴുതാം. ഞാനൊരു ഓർഡറിൽ എഴുതിയെന്ന് എ ബി കഴിഞ്ഞിട്ട് വരുന്നത് എ ബി. അങ്ങനെ ഓരോ നിർബന്ധമൊന്നുമില്ല. ഇത് ആദ്യം എഴുതിയിട്ട് ഇപ്പോൾ ഇ എഫ് ജി എച്ച് പിന്നെ എ ബി അങ്ങനെ എഴുതാം. നിങ്ങളെല്ലാം ഇവിടെ അങ്ങനെ തന്നെ എഴുതിക്കോ. നിങ്ങൾക്കൊരു ഡൗട്ട് വേണ്ട. ഇങ്ങനെ തന്നെ എഴുതാൻ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ സാധാരണ എഴുതുന്ന പോലെ എഴുതിയാലും മതി. എങ്ങനെ എഴുതാം? ഇതിൻ്റെ യൂണിയൻ എന്ന് പറയുമ്പോൾ ആദ്യം ആരൊക്കെ എഴുതും? ഇ എഫ് ജി എച്ച്. എവിടുത്തെ എലമെൻ്റാണ്? എ ഡാഷിലെ എ കോംപ്ലിമെൻറ്റിലെ. ഇനി ബി കോംപ്ലിമെൻറ്റിൽ ആരൊക്കെ ഉണ്ട്? ഇനി ഇത് വരാത്തത് എയും ബിയും. എ ബി. ബാക്കി ജി എച്ച് നേരത്തെ നമ്മൾ എഴുതി. ഓക്കെ, ഇനി നമ്മൾ അപ്പോൾ ഇതും കഴിഞ്ഞു. ഇനി എന്താ വേണ്ടേ? ഇവയുടെ ഇൻ്റർസെക്ഷൻ. ഇവിടെ ഇൻ്റർസെക്ഷൻ തന്നെ എന്താ? ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? നോക്കിയേ, ആരുണ്ട് കോമൺ ആയിട്ട്? ജി എച്ച് അല്ലേ? അപ്പോൾ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് അതെന്ന് പറഞ്ഞാൽ ഏതാണ്? ജി എച്ച്. ഈ രണ്ട് സൈഡ് നോക്കുക. ചില സെറ്റുകൾ നമുക്ക് ഈക്വലായിട്ട് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ഇവ രണ്ടും ഇല്ലേ? ഇവ രണ്ടും ഈക്വലായി. പിന്നെ ഏത് ഈക്വലായി? എ ബി ഇ എഫ് ജി എച്ച്. എ ബി ഇ എഫ് ജി എച്ച് ഇവ രണ്ടും ഈക്വലായി. ക്ലിയർ ആയോ? അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. ഇതെന്താണ്? എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ഞാനതൊന്ന് എടുത്തെഴുതാൻ പോവാണ്. അപ്പോൾ നമുക്കിതിൽ ലെഫ്റ്റിലും റൈറ്റിലുള്ള രണ്ട് സെറ്റുകൾ ഈക്വലായിട്ട് കിട്ടി. ഏതൊക്കെയാണ് കിട്ടിയത്? ഒരെണ്ണം എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ഇനി പിന്നെ എന്താ കിട്ടിയത്? എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. വളരെ പ്രധാനപ്പെട്ട രണ്ട് റിസൾട്ടാണിത്. ഇതിന് പറയുന്ന പേരാണ് ഡി മോർഗൻസ് ലോ. വേരിഫൈ ഡി മോർഗൻസ് ലോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ ഈ റിസൾട്ട് തന്നെ എഴുതി വെരിഫൈ ചെയ്യാൻ ചോദിക്കാറുണ്ട് എക്സാമിന്. വേരിഫൈ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇതിൽ ഒരെണ്ണം മാത്രമായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അല്ല വേരിഫൈ ഡി മോർഗൻസ് ലോ എന്ന് ചോദിച്ച് ഇത് രണ്ടും പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇതൊന്ന് നോക്കിയാൽ ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ചെയ്താൽ എന്താണ്? എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ഇവിടെ നോക്കിയേ, യൂണിയൻ്റെ കോംപ്ലിമെൻ്റ് ആണ്. അത് സെപ്പറേറ്റ് ചെയ്തപ്പോൾ എന്ത് വന്നു? ഇൻ്റർസെക്ഷൻ ആയി. കണ്ടോ, തിരിഞ്ഞു വന്നു. യൂണിയൻ്റെ കോംപ്ലിമെൻ്റ് എടുത്ത് എഴുതിയപ്പം സെപ്പറേറ്റ് ചെയ്തപ്പോൾ തിരിഞ്ഞു വന്നു. ഇവിടെ നോക്കേ, ഇൻ്റർസെക്ഷൻ്റെ കോംപ്ലിമെൻറ്റാണ്. സെപ്പറേറ്റ് ചെയ്തപ്പോൾ എന്ത് വന്നു? യൂണിയൻ. അപ്പം ദ കോംപ്ലിമെൻറ്റ് ഓഫ് ദ യൂണിയൻ ഈസ് ഈക്വൽ ടു ഇൻ്റർസെക്ഷൻ ഓഫ് ദയർ കോംപ്ലിമെൻറ്റ്സ്. ഇവിടെ ആണെങ്കിലോ കോംപ്ലിമെൻറ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഈസ് ഈക്വൽ ടു യൂണിയൻ ഓഫ് ദയർ കോംപ്ലിമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇത് എപ്പോഴും ഓർത്തിരിക്കണം. ഇത് നിങ്ങൾക്ക് അടുത്ത വർഷവും പലയിടത്തും ഇത് നമുക്കിത് ചില പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇത് സെപ്പറേറ്റ് നമുക്ക് പ്രോബബിലിറ്റിയിൽ അടുത്ത വർഷവും ഈ വർഷവും ഒക്കെ ഈ ചാപ്റ്ററിൽ പലയിടത്തും നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്.
ആൻഡ് എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. ഇനി കോംപ്ലിമെൻറ്റ് ഉറയ്ക്കാൻ വേണ്ടി ഒരു 1-2 എക്സാമ്പിൾ പറഞ്ഞ് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഞാനൊരു യൂണിവേഴ്സൽ സെറ്റ് n ആയിട്ടെടുത്തു. യൂണിവേഴ്സൽ സെറ്റ് n ആയിട്ടെടുത്ത് ഞാൻ കുറേ സെറ്റ് എഴുതും. അതിൻ്റെ കോംപ്ലിമെൻറ്റ് നമുക്ക് ഒന്ന് പറഞ്ഞു പോകാം. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റ് ഇവിടെ നാച്ചുറൽ നമ്പേഴ്സാണ്. ഏതാണ്? 1 2 3 etc. A is equal to set x such that x minus 3 equal to 0. ഇതിൻ്റെ മീനിങ് എന്താ? ഇതിൻ്റെ ആൻസർ എന്താ? ആ പ്രോബ്ലം ഡിസ്കസ് ചെയ്ത് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നല്ലോ. ഈ എക്സ് എങ്ങനെയായിരിക്കണം? എ എന്നുള്ളതിൽ എക്സ് എങ്ങനെയായിരിക്കണം? എക്സ് മൈനസ് 3 0 ആകണം. എക്സ് മൈനസ് 3 0 ആണെങ്കിൽ എക്സ് എന്തായിരിക്കണം? 3 ആയിരിക്കണം. എക്സിന് 3 ആകുമ്പോൾ ഇത് 0 ആവും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? 3. അങ്ങനെയാണെങ്കിൽ എ കോംപ്ലിമെൻ്റ് എന്താ? n ആണ് യു. യുവിൽ നിന്ന് എ പോകണം. എ ആരേ ഉള്ളു? 3 ഉള്ളു. അപ്പോൾ ഇതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ത് വരും പറയാമോ? യു മൈനസ് എ. യു എന്ന് പറഞ്ഞാൽ എൻ. എന്നിൽ നിന്ന് ആര് പോകണം? n മൈനസ് 3. കണ്ട കോംപ്ലിമെൻ്റ് എഴുതിയത്. എ എന്നുള്ളത് ഇതായതുകൊണ്ട് എ n മൈനസ് 3. ഇനി വേറെ രണ്ടും എടുക്കാം. യു ഈസ് ഈക്വൽ ടു ഇസഡ് എന്ന് കരുതുക. ഇസഡ് എന്താണ്? ഇൻറ്റിജർ. ഇൻറ്റിജറിൻ്റെ സിസ്റ്റം പൂർണ്ണ സംഖ്യ ശ്രേണി. ഇനി ഞാനൊരു സെറ്റ് എടുത്തു. ബി ഈസ് ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ മൈനസ് 16 ഈക്വൽ ടു 0. ഇവിടുത്തെ എക്സ് എങ്ങനെ ആയിരിക്കണം? എക്സ് സ്ക്വയർ മൈനസ് 16 0 ആക്കുന്ന എക്സുകൾ. എക്സ് സ്ക്വയർ മൈനസ് 16 0 ആക്കുന്ന എക്സുകൾ ആരൊക്കെയാണ്? എക്സ് സ്ക്വയർ മൈനസ് 16 ഈസ് ഈക്വൽ ടു 0, എക്സ് സ്ക്വയർ ഈക്വൽ ടു 16. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു √16. ഇവിടെ ഇസഡ് ആയതുകൊണ്ട് പ്ലസ് ഓർ മൈനസ് വരും. n ആയിരുന്നെങ്കിലോ? n ആയിരുന്നു നമ്മൾ ഏത് വാല്യൂ മാത്രമേ എടുക്കാൻ പാടുള്ളൂ? പോസിറ്റീവ് വാല്യൂ. പക്ഷേ ഇസഡ് ആയതുകൊണ്ട് നമുക്കിവിടെ ഏതൊക്കെ വാല്യൂ എടുക്കേണ്ടി വരും? പ്ലസും മൈനസും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? പ്ലസ് ഓർ മൈനസ് 4. അപ്പോൾ ഈ ബി എന്നുള്ള സെറ്റിൻ്റെ ആൻസർ എന്ത് വരും? സെറ്റ് മൈനസ് 4ഉം 4ഉം. അപ്പോൾ ബി എന്നുള്ള സെറ്റ് എന്താണ്? സെറ്റ് മൈനസ് 4 ആൻഡ് 4. എങ്കിൽ വാട്ട് ഈസ് ബി കോംപ്ലിമെൻറ്റ്? ബി കോംപ്ലിമെൻറ്റ് എന്ത് വരും? യുവിൽ നിന്ന് ബി പോകണം. യു ആരാണ് ഇവിടെ? ഇസഡ്. അപ്പോൾ ഇസഡിൽ നിന്ന് ആര് പോകണം? ഈ മൈനസ് 4ഉം 4ഉം പോകണം. ആ കോംപ്ലിമെൻറ്റ് ക്ലിയർ ആവുന്നു? ഇനി വേറൊരു എക്സാമ്പിൾ എടുക്കാം. യു n എന്നിരിക്കട്ടെ. എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓഡ് നമ്പേഴ്സ്. യു എന്ന് പറയുന്നത് n ആണ്, നാച്ചുറൽ നമ്പേഴ്സാണ്. എ എന്താണ്? ഓഡ് നമ്പേഴ്സാണ്. എങ്കിൽ വാട്ട് ഈസ് എ കോംപ്ലിമെൻറ്റ്? ഈ എന്നിൽ നിന്ന് ആര് പോകണം? ഓഡ് നമ്പേഴ്സ് പോകണം. എന്നിൽ നിന്ന് ഓഡ് നമ്പേഴ്സ് പോയാൽ ബാക്കി ആരാണ്? ബാക്കി ആരാ ഉള്ളത്? ഈ നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് ഓട് പോയാൽ ബാക്കി ആരാണ്? ഈവൻ നമ്പേഴ്സ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്. ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്. ഒരു എക്സാമ്പിളൂടെ. യു 6 എന്നിരിക്കട്ടെ. പി ഈസ് ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7. എക്സ് 6 ആണ്. ഓർമ്മയുണ്ടല്ലോ 6 നമ്മുടെ സംഖ്യാരേഖ, റിയൽ നമ്പർ സിസ്റ്റം. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മീനിങ് എന്താ? എക്സ് എവിടെ മുതൽ എവിടം വരെ? 7 തൊട്ട് എക്സ് 7 ഇതുള്ളതുകൊണ്ട് 7ഉം അതിൽ കുറവും. അതിൽ കുറവെന്ന് പറഞ്ഞാൽ എവിടം വരെ വരും? 7ൽ താഴെ എന്ന് പറഞ്ഞാൽ നമ്മളില്ലേ അങ്ങോട്ടും നീട്ടി കൊണ്ടുപോയത്. 7 എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് എവിടം വരെ വരുന്നത്? -∞ മുതൽ 7 വരെ. -∞ ഉണ്ടോ? 6. നമ്മുടെ 6 ഓർമ്മയുണ്ടല്ലോ. എന്താണ് 6? ഓപ്പൺ ഇൻ്റർവൽ -∞ to ∞. അപ്പോൾ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7. എക്സ് 6 ആയതുകൊണ്ടാണ് നമ്മുടെ കഷ്ണം എവിടെ നിന്ന് എവിടം വരെ വരും? -∞, ഓപ്പൺ -∞ ടു എവിടം വരെ? 7 വരെ. അപ്പോൾ അതിൻ്റെ കോംപ്ലിമെൻറ്റ് എന്ത് വരും? പി കോംപ്ലിമെൻറ്റ് എന്ത് വരും? ഇപ്പോൾ റിയൽ ലൈനാണ്. -∞ തൊട്ട് 7 വരെ വന്നു. 7 ഇവിടെ ചേർന്ന് പോയി.
അപ്പോൾ അതിൻ്റെ കോംപ്ലിമെൻറ്റ് എന്താണ് 7 കഴിഞ്ഞുള്ള 7 ഇവിടെ വന്നു പോയി. അപ്പോൾ ബാക്കി എന്ത് വരും കോംപ്ലിമെൻറ്റ്? എവിടം തൊട്ട് 7 ഇല്ലാതെ എവിടം വരെ? ഇൻഫിനിറ്റി വരെ. ആ കോംപ്ലിമെൻ്റ് ഒന്ന് ഉറയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കുറച്ച് എക്സാമ്പിൾ ഇട്ടത്. ക്ലിയർ ആയോ? പി എന്ന് പറയുന്ന സെറ്റ് -∞ ടു ക്ലോസ്ഡ് 7 ആണ്. അപ്പോൾ 7 ഇവിടെ നിന്ന് പോയി. അപ്പം പി കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ 6ൽ നിന്ന് ഇതാണ് കുറയ്ക്കേണ്ടത്. ഇത് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? ഓപ്പൺ ഇൻ്റർവൽ 7 ടു ഇൻഫിനിറ്റി. ഇനി ഇതുപോലെ എഴുതണമെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് എങ്ങനെ വരണം? ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലേ? അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ. കണ്ടോ? എക്സ് ഗ്രേറ്റർ ദാൻ 7 എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? 7 തൊട്ട് അങ്ങോട്ട്. 7 ഉണ്ടോ? ഇല്ല, ഓപ്പൺ ഇൻ്റർവെല്ലാണ്. അപ്പോൾ 7 തൊട്ട് മേളിലോട്ട് എന്ന് പറയുമ്പോൾ എവിടം വരെ? ഇൻഫിനിറ്റി വരെ. അപ്പോൾ ഇതുപോലെ എഴുതണമെങ്കിൽ നോക്കുക, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തായി മാറി? ഗ്രേറ്റർ ദാൻ ആയി. ഇനി ഇവിടെ ഇങ്ങനെ ആയിരുന്നെങ്കിലോ, ലെസ് ദാൻ മാത്രമേ ഉള്ളെങ്കിലോ കോംപ്ലിമെൻറ്റിൽ എന്ത് വരും? ഈക്വൽ ടു വരും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ ഈക്വൽ ടു ഉള്ളത് കൊണ്ട് ഇവിടെ ഈക്വൽ ടു വേണ്ട. ഇനി അതുപോലെ ഇവിടെ നമുക്കൊരു കറക്ഷൻ വേണമെങ്കിൽ, കറക്ഷൻ അല്ല വേറെ രീതിയിൽ എഴുതാം. ഇവിടെ ഇപ്പം x-3 = 0 എന്നല്ലേ ആൻസർ? 3 വന്നപ്പോൾ ഇത് കിട്ടിയില്ലേ? ഇതിൻ്റെ കോംപ്ലിമെൻറ്റ് നമുക്കത് ഇങ്ങനെയും എഴുതാം. എന്താണ്? സെറ്റ് എക്സ് സച്ച് ദാറ്റ് x-3 നോട്ട് ഈക്വൽ ടു 0. x-3 0 ആകാത്ത എക്സുകൾ. ഇവിടെ നിന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആകുന്ന എക്സുകൾ. 0 ആകുന്ന എക്സ് ആര് മാത്രമേ ഉള്ളൂ? 3. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എന്നിൽ നിന്ന് 3 കളഞ്ഞു. വേറെ രീതിയിൽ എങ്ങനെ എഴുതാം? എക്സ് സച്ച് ദാറ്റ് x-3 നോട്ട് ഈക്വൽ ടു 0. x-3 0 ആകരുത്. അപ്പോൾ ആര് മാത്രം വരില്ല? 3 വന്നു പോയാൽ 0 ആകും. 0 ആകരുത്. അപ്പോൾ 3 ഒഴികെ ഉള്ളത്. അപ്പോൾ ഇങ്ങനെയും എഴുതാം. ഇവിടെ അതുപോലെ നമുക്ക് എങ്ങനെയാക്കാൻ വേണമെങ്കിൽ നോട്ട് ഈക്വൽ ടു എന്നാക്കാം. x² - 16 ഈക്വൽ ടു 0ക്ക് മാറ്റി ഇതുപോലെ നമുക്ക് എങ്ങനെ എഴുതാം? 0 ആകുന്ന വാല്യൂ അല്ലാത്തത്. 0 ആകുന്ന ആരൊക്കെ ഉള്ളൂ? -4ഉം 4. അതല്ലാത്തെന്ന് പറയുമ്പോൾ എന്ത് വരും? അതൊഴിച്ചുള്ള ബാക്കി. കോംപ്ലിമെൻറ്റ് കുറച്ചുകൂടെ ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ സെറ്റിനെ യൂണിവേഴ്സൽ സെറ്റ് അനുസരിച്ച് മാറും. ഇങ്ങനെ പല രീതിയിലും എഴുതാം. നമുക്ക് ഏതാണോ യൂണിവേഴ്സൽ സെറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത് അതിൽ നിന്ന് മറ്റേ സെറ്റ് കളഞ്ഞുള്ളത് ബാക്കി. അപ്പോൾ ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യുക. ഇതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ആ ക്വസ്റ്റ്യൻസ് എല്ലാം വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ആൻസർ എടുത്ത് നോക്കരുത്. നിങ്ങൾ തന്നെത്താനെ ക്വസ്റ്റ്യൻ മുഴുവൻ വർക്കൗട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആൻസറുമായിട്ട് വെരിഫൈ ചെയ്യുക. അപ്പോൾ കോംപ്ലിമെൻറ്റിൻ്റെ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവരും അസൈൻമെൻറ്റൊക്കെ ചെയ്ത് എല്ലാം പഠിച്ചിട്ട് അടുത്ത ക്ലാസ് വരിക. അടുത്ത ക്ലാസ്സിൽ നമ്മളിനി കുറച്ച് പ്രോബ്ലംസാണ്. അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രാക്ടിക്കൽ പ്രോബ്ലംസാണ് കൂടുതൽ. അപ്പോൾ ഈ തിയറി കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് നാളെ ഈസി ആയിട്ട് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു. ഓക്കെ.